നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളി, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ചൈനീസ് ഹിസ്റ്ററിയാണ്. അതായത് ഹിസ്റ്ററി ഓഫ് ചൈന 1840 മുതൽ 1978 വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ 19th and 20th സെഞ്ചുറിൻ്റെ ചൈനയിൽ വന്നിട്ടുണ്ടായ വ്യത്യാസങ്ങളാണ് കൂടുതലായിട്ടും പരാമർശിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം എന്ന് പറയുന്നതായിരിക്കും. ഇതിൽ ചൈനയിൽ എങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തിൽ, ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് എന്തായിരുന്നു നടന്നത് ചൈനയിൽ, അതുകൂടാണ്ട് ചൈനയെ ഏതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളാണ് അടിമപ്പെടുത്തിയത്, എന്തുകൊണ്ടാണ് ചൈനയുടെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ചൈന 20ാം നൂറ്റാണ്ടിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നതും, അതേമാതിരി അവർക്ക് മോഡേൺ ചൈന എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക്കുന്നതിനും എന്തുകൊണ്ടാണ് അത് വന്നിട്ട് കമ്മ്യൂണിസത്തിലേക്കും വരാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് പരാമർശിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് മുഴുവനും ഓപ്പിയം വാറിനെ പറ്റിയാണ്. ഓപ്പിയം വാറിൽ എന്തുകൊണ്ട് ചൈന എങ്ങനെയാണ് പാശ്ചാത്യർ ചൈനയെ അടക്കി ഭരിച്ചത്, അത് ഓപ്പിയം സപ്ലൈ കൊണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഓപ്പിയം വാർ, 2 ഓപ്പിയം വാറും യുദ്ധവും അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെയായിരിക്കും ആ അടുത്ത 2 ചാപ്റ്ററിലായിട്ട് നമുക്ക് പോവാം. അപ്പൊ നമ്മൾ ഇവിടെ പരാമർശിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ബാക്കിയുള്ളവരോട് സിനോ സെൻട്രലിസം എന്ന് പറയുന്ന വിധത്തിൽ വരേണ്ടി വന്നത്. ചൈനയുടെ ചരിത്രത്തിനെ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പരാമർശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ചൈനയിൽ ഒരു 18-19 നൂറ്റാണ്ടുകളിൽ ഒരു യൂണിയനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ചരിത്രം മാറി വരുന്നത് അവരുടെ മിങ് ക്വിങ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു രാജ്യഭരണം മാറുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവിടത്തെ സിസ്റ്റം എന്ന് പറയുന്നത്, അവരുടെ കാര്യങ്ങൾ എല്ലാം പഴയ മോഡലിലാണ്, പഴയ വിധത്തിലുള്ള ഒരു സംസ്കാരമാണ് ചൈന നടത്തിക്കൊണ്ടു പോകുന്നത്. അവരുടെ ചൈനീസിന്റെ സംസ്കാരത്തിൽ അവരുടെ അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ അവര് സാധാരണമായിട്ട് ഫോളോ ചെയ്തിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണമായിട്ടുള്ള ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ പഴയ വിധത്തിലുള്ള ചരിത്രമായിരുന്നു. പിന്നെ ഇന്ത്യയിൽ എപ്പോഴാണോ ബുദ്ധിസം ഡെവലപ്പ് ആയത്, ആ ബുദ്ധിസം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് സെൻട്രൽ ഏഷ്യ വഴി അവിടെ എത്തുകയും ആ ബുദ്ധിസവും അവിടെ സ്ഥാപിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ചൈനയിൽ വന്നിരുന്ന ഒരു ട്രേഡ് മോസ്റ്റ് ആയിട്ട് കൂടുതലായിട്ടും കാണുന്നത് സിൽക്ക്, പോർസലൈൻ, ടീ. ഇതാണ് ഈ ചൈനയുടെ വിഭവങ്ങളാണ് ബാക്കിയുള്ള പാശ്ചാത്യരെ അട്രാക്ട് ചെയ്യാൻ കാരണവും. ആ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവര് ട്രേഡ് റൂട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ലാൻഡ് റൂട്ട് കൂടെ വന്നിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ. എന്നിട്ട് അവരിത് മേടിച്ച് ചൈനീസിന്റെ സാധനങ്ങൾ പാശ്ചാത്യ കൺട്രിയിൽ, ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ യൂറോപ്പിലൊക്കെ വന്നു പോകുന്നതാണ്. അപ്പൊ ഇത് അങ്ങനെയാണ് ആ ബിസിനസ് തുടങ്ങുന്നത്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് മാരിടൈം, കപ്പൽ മുഖാന്തരം ഉള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്തതായിട്ട് പരാമർശിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ചൈനയുടെ ഹിസ്റ്ററിനെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കണം. ചൈനയുടെ ഹിസ്റ്ററിയിൽ 2 റിവേഴ്സ് ഉണ്ട്, 2 നദികളുണ്ട്. അതായത് 2 നദി സിസ്റ്റമാണ്. യെല്ലോ റിവറും അല്ലെങ്കിൽ യാങ്സി റിവർ. ഇത് രണ്ടിന്റെയും നടുക്കിൽ വരുന്ന പ്ലാറ്റ്യൂസില്, ടിബറ്റൻ പ്ലാറ്റ്യൂ, ഹിമാലയൻ പ്ലാറ്റ്യൂലാണ് ഇതിന്റെ സ്ഥാപനം. അല്ലെങ്കിൽ ഈ സ്ഥലത്തിൽ ഉള്ള ചൈനയുടെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഒരുപാട് വലിയ ലാൻഡ് സർഫസ് ഉണ്ട് അവർക്ക്. അതിൽ കൂടി അവര് ആർക്കിയോളജി സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ അവർ ഒരുപാട് എന്താ പറയാ, ഈ കർഷകരാണ്. ലാൻഡ് ഒരുപാടുണ്ട്, വെള്ളം നല്ല പോലെ ഉണ്ട്. അപ്പൊ വെള്ളം നല്ല പോലെ വരുമ്പോൾ അവര് കർഷക പ്രവൃത്തിയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നതും. അതേമാതിരി തന്നെ അവര് പിന്നെ നമ്മൾക്ക് അറിയാൻ പറ്റും ഈ ഒറാക്കിൾ ബോൺസ്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഒറാക്കിൾ ബോൺസ് എന്ന് പറഞ്ഞിട്ട് അവര് ഷാങ് ഡൈനാസ്റ്റി ടൈമില് എങ്ങനെയാണ് ഈ ബോൺസിന്റെ അല്ലെങ്കിൽ ഒറാക്കിൾ ബോൺസ് വഴി അവര് ആദ്യകാലങ്ങളിൽ അവരുടെ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ അങ്ങനെയായിരുന്നു. അതിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ്
പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ മില്ലേനിയം വരുമ്പോഴത്തേക്കും ഷാങ് റൂളേഴ്സ് ആണ് വരുന്നത്. അവര് ഷാങ് റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ട് സ്വാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചൈനീസ് ഡൈനാസ്റ്റി വന്നത് 3ാമത്തെ സെഞ്ചുറിയിലാണ്. അതിനുശേഷം വരുന്നത് ഈ സാങ് ഡൈനാസ്റ്റിയിലെ ലിറ്റററി റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ സ്ക്രിപ്റ്റും ഇപ്പോഴത്തെ ചൈനീസ് സ്ക്രിപ്റ്റിന്റെ ഏകദേശമായിട്ട് വരാം. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവരുടെ സ്ഥാപനങ്ങൾ ക്ലാസിക്കൽ ആയിട്ടുള്ള സ്കൂൾസ് ആണ് ആ സമയത്ത് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. കൂടുതലായിട്ടും അവര് അഗ്രികൾച്ചറിൽ ഏതൊക്കെ വിധത്തിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വെള്ളത്തിന്റെ ഷോർട്ടേജ് വരുന്നില്ല. അപ്പോൾ ചൈനീസിന്റെ, അത് മാത്രമല്ല പോപ്പുലേഷനും കൂടുതലാണ്, അവർക്ക് അതിന്റെ ഭക്ഷ്യസാധനങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ കൾച്ചർ, ഈ ചൈനീസിന്റെ എന്താ പറയാ, കർഷക ജീവിതമായിരുന്നു, കർഷകന്മാരെല്ലാം ജീവിതമായിരുന്നു. അത് മാത്രമല്ല, ഈ രാജാക്കന്മാരുടെ മുമ്പിൽ എല്ലാവരും രാജാവാണ് ഫാമിലിയിലുള്ള, അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലെ രാജാവിന്റെ മുമ്പിൽ എല്ലാവരും താണ് വണങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സെൻട്രൽ സ്റ്റേറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഈ സെൻട്രൽ സ്റ്റേറ്റ്സ് അവസാനത്തെ സെഞ്ചുറിയിലാവുമ്പോഴത്തേക്കും അവര് നമ്മൾ പിന്നെ കുറച്ചു കഴിയുമ്പോൾ കാണുന്നത് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, വാർഫെയർ ടെക്നിക്സ് കൂടുതലാക്കുന്നു. വാർഫെയർ ടെക്നിക്സ് കൂടി കൊണ്ടുവന്നതിന് ശേഷം അവരെ വാറിംഗ് സ്റ്റേറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് എംപറർ ക്വീൻ ഷാഹായി ആണ് 221 നൂറ്റാണ്ടിൽ വളർന്നുകൊണ്ടിരുന്നത്. ഇനി ഈ ചൈനയുടെ വിചാരങ്ങള് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ബുദ്ധിസം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അവിടെ ഒരുപാട് സ്കൂൾസിന്റെ പല വിധത്തിലുള്ള ജ്ഞാനികളും തിങ്കേഴ്സും എല്ലാം അവർ പറഞ്ഞത്, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് കൺഫ്യൂഷ്യസ് പറ്റിയാണ്. കൺഫ്യൂഷ്യസ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കോളറാണ്. അങ്ങേര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതിനെ പുസ്തക രൂപത്തിലേക്ക് ആക്കുന്നു. ഇതിൽ പറയുന്നത് കൂടുതലായിട്ടും റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. റൂളറും അല്ലെങ്കിൽ രാജാവും ജനങ്ങളും തമ്മിലുള്ളത്, അതേമാതിരി അച്ഛനും മകനും തമ്മിലുള്ള ഫാമിലി റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതലായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള അറിവുള്ളവരെ, കൺഫ്യൂഷ്യസിന്റെ കാലഘട്ടത്തിൽ അറിവുള്ളവരെ അമാനിക്കുക, ജന്മം കൊണ്ടല്ല പക്ഷെ പഠിത്തം കൊണ്ടും അവനവന്റെ മെറിറ്റ് കൊണ്ടും ആയിരിക്കും അവരെ റെസ്പെക്ട് ചെയ്യുക ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആ കൺഫ്യൂഷ്യസ് തിയറി അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ശേഷം കൺഫ്യൂഷ്യസ് തരുമ്പോഴത്തേക്കും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു അധ്യാപകനാണ് അങ്ങേര്, നല്ലൊരു അഡ്വൈസറാണ്. ഒരുപാട് ആൾക്കാർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കിപ്പിച്ചു. ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഈ കൺഫ്യൂഷ്യസിന്റെ സംസാരം കേൾക്കാനും ആ സംസാരങ്ങൾ വഴി ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കാണുമ്പോഴത്തേക്കും വേറൊരു ഫിലോസഫർ ഉണ്ട്. ആ ഫിലോസഫറിന്റെ ഐഡിയ പ്രകാരം ഡയോയിസം എന്നാണ് പറയുക. ഈ ഡയോയിസത്തില് വന്നിട്ടുള്ള കാര്യങ്ങളും ഇതേമാതിരി തന്നെ ഡയോസിയത്തിലും ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഓർഡറിന്റെ കൂടെ ഒപ്പം പോകണം എന്നാണ്. ഈ ഒപ്പം പോകുമ്പോൾ ഇൻഡ്യൂഷൻ ഉണ്ടാവും, സ്പോണ്ടേനിറ്റി ഉണ്ടാവും. അങ്ങനത്തെ ആ വർക്കിനെ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഈ രണ്ടുപേരാണ് കൂടുതലായിട്ട് ചൈനീസ് ഹിസ്റ്ററിയില് അല്ലെങ്കിൽ ചൈനീസിന്റെ ചരിത്രത്തിൽ നമ്മൾ കേൾവിപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ഈ ഇന്നർ ആയിട്ടുള്ള മനസ്സിന്റെ അകത്തുള്ള സ്കോളേഴ്സ് വിചാരങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ളതും ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ ക്ലിയർ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ ഒരു നല്ലൊരു സ്ഥാനം വരുന്നത്. പിന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ടോ അതിനെപ്പറ്റി ഒന്നും ഒരു വിചാരമില്ല, അതിനെപ്പറ്റി ആവശ്യമില്ല. കാരണം നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇതിന് ശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ചൈനയില് ഒരുമിച്ചുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എംപയർ കൊണ്ടുവന്നിരുന്നു.
പക്ഷെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ആ ലൈഫിന്റെ സ്റ്റൈല് ബുദ്ധിസമാണ് അവിടെ സ്ഥാപിച്ചു കൊടുത്തത്. ആ ബുദ്ധിസം ഏത് ബുദ്ധിസം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട് ബുദ്ധ മതം രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ആ രണ്ടായിട്ട് പിരിയുന്ന മഹായാന ബുദ്ധിസമാണ് അവിടെ സ്ഥാപിതമായത്. അതെല്ലാം ഒരു കഥകൾ മുഖാന്തരം പറയുന്ന മാതിരിയും അങ്ങനെയാണ് ആ കഥകൾ. മൊണാസ്ട്രി ഉണ്ടാക്കുന്നുണ്ട്. ആ മൊണാസ്ട്രി വഴി ജീവിതത്തിൽ എങ്ങനെയാണ് അവര് ജീവിക്കേണ്ടത് എന്നുള്ളത് കൂടെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷമായിട്ട് നമ്മൾ കാണുന്നത് സുയി ആൻഡ് ടാങ് ഡൈനാസ്റ്റീസ് ആണ്. ഇവര് 6ഉം 9ഉം വർഷങ്ങൾ, സെഞ്ചുറീസിലാണ് ഇവര് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും ചൈനീസിന്റെ ബുദ്ധിസം, അല്ലെങ്കിൽ അവര് കൊറിയയിലും ജപ്പാനിലൊക്കെ സ്പ്രെഡ് ആവുന്നു, ഇവിടെ അടുത്തായതുകൊണ്ട്. ഈ ചൈനയുടെ അടുത്ത രാജ്യങ്ങളും അവർക്കും വന്നു പോകുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് അവർക്കത് ഒരു ഒരുമിച്ച് ഈ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പോളിസികൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ പോളിസികൾ അവരും കൊറിയക്കാരും ജപ്പാൻകാരും കൂടുതലായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് എടുക്കുകയും അതിനെ അവരുടെ ജീവിതത്തിൽ പരാമർശിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടത് കൂടുതലായിട്ട് ഒരു ഇമ്പീരിയൽ സ്റ്റേറ്റ് എന്നുള്ള ഒരു ലെവലാണ്. ഇമ്പീരിയൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രാജാവിന്റെ സ്ഥാനം വളരെ എംപറർ, പ്രൊഫഷണൽ ബ്യൂറോക്രസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരു യൂണിഫോം ആയിട്ട് ലീഗൽ കോഡും യൂണിഫോം സ്ക്രിപ്റ്റും ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഈ കർഷകർക്ക്, ഫ്രീ ഹോൾഡേഴ്സ്, അവർക്ക് ടാക്സ് അടയ്ക്കണം എന്നുള്ളത്, അതേമാതിരി ഇതിന്റെ ഇവർക്ക് പോവാൻ വരാനുള്ള ട്രങ്ക് റോഡ്സ് ഉണ്ടാക്കുന്നു. ബെൽറ്റ്, എന്താ പറയാ, ഭാരങ്ങൾ, വെയിറ്റ് അല്ലെങ്കിൽ മെഷേഴ്സ്, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബിസിനസ് എന്നുള്ളത് കുറച്ച് കാര്യമായിട്ട് നടക്കുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ക്വീൻ ഷാൻഡാങ്കി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ കാര്യം നമ്മൾ ഇപ്പൊ പറയും അതിനെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന്. പക്ഷെ ആ കാലഘട്ടത്തിൽ അവര് അടുത്ത ആൾക്കാർ, ഈ നൊമാറ്റിക് ടൈപ്പ് എന്ന് പറയും, അതായത് ഇങ്ങനെ പരതി നടക്കുന്നവരാണ് നൊമാറ്റിക് ടൈപ്പ് എന്ന് പറയും. അവരുടെ ഇൻവേഷൻ, അവര് വന്ന് ഞങ്ങളുടെ രാജ്യത്തിനെ തടുക്കാൻ വേണ്ടിയിട്ട് വാൾസ് കെട്ടുക, മതില് കെട്ടുക. ആ മതില് കെട്ടി 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 ഓരോ കാലഘട്ടത്തിലും കെട്ടുന്ന മതിലുകളാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയപ്പെടുന്നത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ആ വാള് അല്ലെങ്കിൽ ആ മതിലിനെ നമുക്ക് സ്പേസിൽ പോയാലും കാണാൻ പറ്റുന്നുള്ളതാണ് അഭിപ്രായം. അപ്പൊ ഇതിനു ശേഷം ഈ ഇങ്ങനെ വേറെ ആൾക്കാർ വന്ന ശേഷം അവരെന്താ ചെയ്തെന്ന് വെച്ചാല്, അവര് ഉണ്ടാക്കി വെച്ചിരുന്ന റെക്കോർഡ്സിനെയൊക്കെ ബേൺ ചെയ്തിട്ട് അവര് വേറെ ഒരു പുതിയൊരു സിസ്റ്റമാണ് കൊണ്ടുവരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ചൈനീസ് എംപയറിന്റെ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ പുരാതനത്തിൽ നിന്ന് മാറി ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് എംപയർ എന്ന് പറയുന്നത് ക്വീൻ ആൻഡ് ഹാൻ ഡൈനാസ്റ്റീസ് ആണ്. അവർക്ക് ശേഷം, അവരുടെ കാലഘട്ടത്തിന് ശേഷം ബ്രേക്കപ്പ് ആവുന്നു. ബ്രേക്കപ്പ് ആയി പല ചെറിയ ചെറിയ സാമ്രാജ്യങ്ങളാക്കി മാറിയും അതിനുശേഷമാണ് ഈ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ചൈനയുടെ എക്കോണമി, അഗ്രികൾച്ചറൽ എക്കോണമിയും അതേമാതിരി തന്നെ കുറച്ച് വീക്ക് ആവുന്നുണ്ട്. അപ്പൊ ഈ വ്യാപാരികളായിട്ട് വന്നവർ, നൊമാഡ്സ് തന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്നു. ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പുതിയ ആൾക്കാരായിട്ട് വരുന്നവര്, പുതിയ ട്രൈബ്സ് വന്ന് ചൈനയെ മാനേജ് ചെയ്യാനും അങ്ങനെ വരുന്ന ആ പുതിയ ട്രൈബാണ് മംഗോൾസ്. ആ മംഗോൾസ് വന്ന് അവിടെ സെറ്റപ്പ് ചെയ്യുന്നു. അവിടെ അവരുടെ പവർ അവിടെ സ്ഥാപിക്കുന്നു. അതിനെ നമ്മൾ മഞ്ജൂസ് എന്ന് പറയും. ഈ മഞ്ജൂസ് വന്ന ശേഷം അവിടെ കുറച്ചുകൂടെ വ്യാപാരത്തിനാണ് ഇമ്പോർട്ടൻസ് അവർ കൊടുത്തു വരുന്നത്. ഈ സ്ട്രോങ് ആയിട്ടുള്ള റൂളും അതേമാതിരി അവരുടെ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഈ മഞ്ജൂസ് ചെയ്യുന്നത്. ഇതിനു ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു വ്യത്യാസമായിട്ട് ഇവിടെ കാണാൻ പറയുന്നത് സോഷ്യലും എക്കണോമിക് ചേഞ്ചസ് ആണ്. കൂടുതലായിട്ടും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നതും ധനപരമായ ചേഞ്ചസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ്, അതായത് വലിയ രാജകുടുംബങ്ങളുടെ അവരുടെ അധികാരത്തിനെ ചാലഞ്ച് ചെയ്യാം. ആ ചാലഞ്ച് ചെയ്തിട്ട് ഇവരുടെ ഈ രാജകുടുംബങ്ങളുടെ ഈ താഴെയുള്ള കൃഷിക്കാരുടെ
കൃഷിക്കാരെ മാക്സിമം അവര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അത് ആ ഡൈനാസ്റ്റി ടാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നു. ഈ ടാങ് ഡൈനാസ്റ്റി വന്ന ശേഷം അരിസ്റ്റോക്രസിയുടെ സോഷ്യൽ ബേസും ഒഫീഷ്യലായിട്ട് അവർ വളരെ എക്സ്പാൻഷൻ ചെയ്ത് കൊണ്ടുവരികയും അവര് പറയുന്നത് ഓരോ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം തുടങ്ങിയത് ചൈനയിലാണ്. അപ്പൊ അവര് പറയുന്നത് നമ്മൾ ഒരു ഓഫീസിലേക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ എലിജിബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടാക്കണം. ആ എക്സാം വഴി പാസ്സായാൽ മാത്രമേ ഗവൺമെന്റിൽ ജോലി വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പൊ അങ്ങനെയാണ് ആ സിസ്റ്റം അവിടെ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ട്രേഡ് എത്തനിക്കായിട്ടും പല ആൾക്കാരും ഈ ടാങ് ഡൈനാസ്റ്റി ടൈമില് കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഓപ്പൺനെസ്, ഫോറിൻ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിനെ സഹായിക്കുക അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. ആ സിസ്റ്റത്തിൽ കൂടെ ഇവിടെ എന്താ പറ്റുക, കൾച്ചറൽ വ്യത്യാസം വരും. പാശ്ചാത്യ രാജ്യർ ഇവിടെ വന്നിട്ട് അവരുടെ ഡ്രസ്സുകൾ, അവരുടെ ട്രഡീഷൻസ്, അവരുടെ പാസ്റ്റ് ടൈം അതൊക്കെ ചൈനയിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ അങ്ങനെ അത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഓപ്പൺ മൈൻഡ് ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ കമേഴ്സ്യലൈസേഷൻ, എക്കോണമിന്റെ കമേഴ്സ്യലൈസേഷനാണ്. ഈ സമയ കാലഘട്ടങ്ങളിൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചായ, കോട്ടൺ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ എത്തുകയും ഈ മാർക്കറ്റിൽ കൂടെ ഇവര് ഇത് പുറം രാജ്യങ്ങൾക്ക് എത്തുകയും ചെയ്യുമ്പോൾ അവരുടെ എക്കോണമി, അവരുടെ ധനപരമായ കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നു. അപ്പൊ അതേമാതിരി തന്നെ ഈ വരുമ്പോ ഈ എക്കോണമി കൂടി വരുമ്പോഴത്തേക്കും ഇവരുടെ ബിസിനസ് ആണ് കൂടുന്നത്. മാർക്കറ്റ് സിസ്റ്റം അർബൻ ആയിട്ടുള്ള സൊസൈറ്റീസും വലുതാവുകയും അതേമാതിരി വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് കൊണ്ടുവരുന്നു. പ്രിന്റിംഗ് കൊണ്ടുവന്നതിന് ശേഷം സിൽക്കിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ആൾക്കാർ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോവാനും വരുമ്പോഴത്തേക്ക് താമസ സൗകര്യങ്ങളും കൂടുതലായിരുന്നു. മാത്രമല്ല പോപ്പുലേഷനും വളരെ കൂടുതലായിട്ട് വരും. ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതെന്ന്. കാരണം ആ സിസ്റ്റം അങ്ങനെയാണ്. അവർക്ക് പോപ്പുലേഷൻ കൂടുതലായി പോയി ഒരു കുടുംബത്തിൽ വരുന്ന കുട്ടികൾ കൂടുതലാണ്, അവരുടെ ഫാമിലി വലുതാണ്. ഇത് കൂടാണ്ട് മാത്രമല്ല ഈ കർഷകര് സീക്രട്ട് സൊസൈറ്റീസ് ഉണ്ടാക്കും. ഈ സീക്രട്ട് സൊസൈറ്റീസ് ഉണ്ടാക്കിയിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ അവര് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഈ 18ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, യൂറോപ്പിൽ നടക്കുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോഴത്തേക്കും അതിന്റെ ഇൻഫ്ലുവൻസും കുറച്ച് നമുക്ക് ചൈനീസ് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. അത് ക്വിങ് ഡൈനാസ്റ്റി ടൈമിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവര് ഓരോ കാര്യങ്ങളും ഓരോ പവർ, ചൈനയെ പിടിച്ചടക്കിയിട്ടുള്ള ആ സൈസ്, ചൈനയുടെ സൈസ്, ചൈനയുടെ പവർ, അവരുടെ പ്രോസ്പെറിറ്റി, ഇതിനെ ഈ മഞ്ചൂരിയ വന്നു കഴിഞ്ഞിട്ട് അവരുടെ കാലഘട്ടത്തിൽ മഞ്ചൂർ റൂളേഴ്സിന്റെ കാലഘട്ടത്തിൽ അവർ ബിസിനസ്, ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ ധനപരമായ കാര്യങ്ങൾ ഇംപ്രൂവ് ആകുകയും അതിൽ ഏറ്റവും മൂന്നലായിട്ട് 3 കിങ് ഉണ്ട്, എംപറർ ഉണ്ട്. മാത്രമല്ല അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ അടിമ മാതിരി അവിടെ അടിമപ്പെടുത്തുന്ന ഒരു സിസ്റ്റം, അതായത് ഏറ്റവും എത്ര ഇതായാലും താഴ്മയായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു സിസ്റ്റം അവരുടെ കൂടുതലുണ്ട്. ഇതേമാതിരി തന്നെ മിലിറ്ററി ഫോഴ്സസും കുറച്ച് കൂടുതലായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആ മിലിറ്ററി ഓർഗനൈസേഷൻസ് മുഖാന്തരമാണ് അവരുടെ ചെക്കിങ്, എല്ലാ പ്രോബ്ലംസ് അവർ ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആൾക്കാർക്ക് കുറച്ച് ലക്ഷറിയസ് ആയിട്ട് ഒരു സിസ്റ്റം പറയുന്ന ചരസ് അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയാം, ഓപ്പിയം സ്മോക്കിംഗ് ഹാബിറ്റ് വരുന്നുണ്ട്. ഈ ഓപ്പിയം സ്മോക്കിംഗ് ഹാബിറ്റ് വന്നത് കൊണ്ടാണ് ചൈനയിൽ ഉണ്ടായിരുന്ന യൂത്തിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ ആരോഗ്യം നശിക്കുകയും അത് ചൈനക്ക് ഓപ്പിയം വാറിന് എത്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് 19ാം നൂറ്റാണ്ടിൽ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സിസ്റ്റം ഉണ്ട്, മിഡിൽ കിങ്ഡം എന്ന് പറയും. ഇവരുടെ സിസ്റ്റം പ്രകാരം ഇവര് ഈ ബുദ്ധിസത്തിന്റെ റൂട്ട് അവിടെ ഉണ്ടെങ്കിൽ കൂടെയും അവർക്ക് അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ ഓപ്പിയം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവനും പാശ്ചാത്യരാണ്.
കാരണം അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇവിടത്തെ ആൾക്കാരെ തളർത്താൻ പറ്റും, ഇവിടത്തെ രാജ്യത്തിനെ പിടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊന്ന് കാര്യം പറ്റുന്നത് ജോൺ കിങ് ഫാർബന്റെ കാലഘട്ടത്തിലും ഒരു ട്രിബ്യൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ട്രിബ്യൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് രാജാവിന് കാഴ്ചവെക്കുക, അല്ലെങ്കിൽ രണ്ട് സിസ്റ്റത്തിൽ കൂടിയാണ് അവർ പോകുന്നത്. ഒന്ന് ട്രിബ്യൂട്ട് സിസ്റ്റം, പിന്നെ ഒന്ന് നോ ഹൗ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇതിൽ എന്താ അർത്ഥം എന്ന് വെച്ചാല് അടിമത്വം, അതായത് നമ്മൾ പുറത്തുനിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവിനെ അടിമ മാതിരി നമ്മൾ മുട്ടുകൊണ്ട് നമ്മളുടെ നെറ്റി അവരുടെ കാലിന്റെ അല്ലെങ്കിൽ ആ പാദത്തിൽ വെച്ചിട്ട് ഉള്ള അടിമ, അതായത് ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ലെവലാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പുറത്തുനിന്ന് പാശ്ചാത്യരായിട്ട് വന്നവർക്ക് ഇത് ഇത്തിരി ഡിഫിക്കൽട്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ. അതായത് ഞാൻ സറണ്ടർ ചെയ്യുന്നു, രാജാവിനോട് ഞാൻ സറണ്ടർ ചെയ്യുന്നു, ഫിസിക്കലി ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ സിസ്റ്റം ട്രഡീഷണൽ ആയിട്ട് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഫ്രീ ട്രേഡ്, ഫ്രീ ആയിട്ടുള്ള വ്യവസായത്തിനുള്ള ഒരു ഒപ്പീനിയൻ കിട്ടണം. എല്ലാവരും അത് അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ഫ്രീ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തിരിക്കണം. പോർസലൈൻ ആണെങ്കിൽ, സിൽക്ക് കൊണ്ടായാലും ഏതായാലും. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവർക്ക് ഈ രാജാക്കന്മാരോട് നേരിട്ട് പോകാൻ പറ്റില്ല. ഒരു ട്രേഡ് ഒരു അതർ ഒഫീഷ്യൽസ് ഉണ്ട്, അവർ വഴി മുഖാന്തരമേ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബിസിനസ്സിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ചൈന ഇടുന്നുണ്ട്. ചൈന ബിസിനസ് കണ്ടീഷൻസ് ഇടുന്നുണ്ട്. ഒരുമാതിരി ടാക്സേഷൻ മേടിക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ അതിന് ടാക്സ് മേടിക്കുന്നുണ്ട്. ഈ ടാക്സ് മേടിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് മേടിക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൊടുക്കുമ്പോൾ ധനപരമായിട്ട് അവരുടെ ട്രഷറിയിലേക്കാണ് ഈ പോകുന്നത്. ഇതിനെ ഓരോ ഡൈനാസ്റ്റിക്കും പല ഡൈനാസ്റ്റികളാണുള്ളത്. നമ്മളുടെ ഈ ചൈനീസിൽ ഒരുപാട് ഡൈനാസ്റ്റികളുണ്ട്. ഷാങ് ഉണ്ട്, ഷുങ് ഉണ്ട്, വാരിങ് സ്റ്റേറ്റ് ഉണ്ട്, ക്വിൻ ഉണ്ട്, ഹാൻ ഉണ്ട്, 6 ഡൈനാസ്റ്റീസ് ഉണ്ട്, സുയി ഉണ്ട്, ടാങ് 5 ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ ആധിപത്യം അല്ലെങ്കിൽ ഇവരുടെ ഈ അവരുടെ സിസ്റ്റം അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തോളണം എന്നുള്ളതായിരുന്നു അഭിപ്രായം. ഈ ചൈനീസിന്റെ എംപയറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ രാജാവിന്റെ അടിമത്വം എന്നുള്ള ലെവലില്, അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് വെസ്റ്റേൺ പാശ്ചാത്യരായിട്ട് വരുന്നവർക്ക് അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ ശേഷം അവർക്ക് മാർക്കറ്റ് വേണം. അത് മാത്രമല്ല ഈ മാർക്കറ്റ് വഴി നേരത്തെ നമ്മൾ പറഞ്ഞു അവർക്ക് മാർക്കറ്റിംഗ്, സിൽക്ക് മാർക്കറ്റ്, അതേമാതിരി പോർസലൈൻ മാർക്കറ്റ്. പോർസലൈനിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയ പോർസലൈൻസ് ഉണ്ട്. അതായത് മുട്ടത്തോടിന്റെ അത്രയും വെയിറ്റ് ഉള്ള ചൈനീസ് പോർസലൈൻ വളരെ വേൾഡ് ഫേമസ് ആണ്. ഇതൊക്കെ മേടിച്ച് അവരുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരുടെ രാജാക്കന്മാര് അവരുടെ എന്താ പറയുക ഈ കൊട്ടാരത്തിൽ വെക്കുകയും അതിനെ ഒരു ബ്ലൂ പോർസലൈൻ എന്ന് പറയും. അതും അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നിന്നായിരുന്നു. ഇനി നമുക്ക് ഇതിനെ അടുത്തതായിട്ട് ഈ 2ാമത്തെ ചാപ്റ്ററിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഓപ്പിയം എന്ന് വെച്ചാൽ ചരസ്, അല്ലെങ്കിൽ ഒരു ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ സ്മോക്ക് ചെയ്യുക. ആ സ്മോക്ക് ചെയ്യുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ തളർച്ച ബാധിച്ച ഒരു ഇല്യൂഷൻ, ഹൈലൈറ്റിംഗ് ഇല്യൂഷനാണ് അവർക്ക് കിട്ടുന്നത്. ആ റിലേഷൻഷിപ്പിനെ ഇവര് ബിസിനസ് കൂടിയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവിടുത്തെ യൂത്തിനെ ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഈ നൊമാറ്റിക് ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ നൊമാറ്റിക് ടൈപ്പ് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളവര്, അതായത് ഇവരുടെ ആൾക്കാരല്ലാത്തവര് വരുന്നവരും അവരുടെ ട്രഡീഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വിധമാണ് പോകുന്നത്. കാരണം ഇവർക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുറത്തു രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് വന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഇവരുടെ ചൈനീസിന്റെ ട്രഡീഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഉദ്ദേശം അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർ പറയും ഇത് ഒരു വിധത്തിൽ ഞങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് നിവർത്തിയില്ല. അപ്പൊ അവരെന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും നമ്മളുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം. മാത്രമല്ല ഇവിടെ മിലിറ്ററി പവർ കുറച്ചുകൂടെ കൂടുതലാക്കി.
മിലിറ്ററി പവർ കൂടുതലാക്കി ചൈന സൊല്യൂഷൻസ് അല്ലെങ്കിൽ വളരെ വ്യത്യാസമായിട്ട് ഡിഫൈൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് നോക്കുകയാണ്. പക്ഷെ പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ ഒരു ഇന്റേണൽ ആഭ്യന്തരം എന്ന് പറയാം, ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ പുറത്തോ വ്യത്യാസമുണ്ട്. കാരണം ചൈനയുടെ റൂൾ അനുസരിച്ച് അവർ കൺസിഡർ ചെയ്യുന്നത് രാജാവ് അല്ലെങ്കിൽ റൂളറിന് ഏറ്റവും തലസ്ഥാനം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഡിവൈൻ റൈറ്റ് തിയറി എന്നുള്ളത്. ഈ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് വെച്ചാൽ അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഭരിക്കാനുള്ള അധികാരം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോണ്ടാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരികൾ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ അടിമ മാതിരി നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് താഴെയായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ അവര് രാജകുടുംബത്തിൽ ജനിക്കാത്തവരെയൊക്കെ ഇവര് പറഞ്ഞിരുന്നത് ബാർബേറിയൻ എന്നാണ്. അതായത് ബാർബേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിവരമില്ലാത്തവൻ, അല്ലെങ്കിൽ ഒന്നും അറിയാത്തവൻ, അല്ലെങ്കിൽ കാട്ടാള ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു ബാർബേറിയനിസം എന്നാണ്. ഞങ്ങൾ മാത്രമേ ലോകത്തിൽ ഹൈ ക്ലാസ് ആയിട്ടുള്ളവരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ബാർബേറിയൻസ് ആണെന്നുള്ള ഒരു വിചാരം ഇവരുടെ മനസ്സിലുണ്ട്. ഈ വിചാരം പുറത്തു നിന്ന് വന്നവര്, അതായത് മോഡേൺ വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് വന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നോൺ ചൈനീസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഈ ടേം ബാർബേറിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് ഒരു ഇൻസൾട്ട് മാതിരിയായിട്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ താഴ്ത്തിക്കെട്ടുന്നു എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഇറിറ്റേഷൻ ഉണ്ടാവും, അതിൻ്റെതായ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഇത്രയും പോകുന്നത്, അവരെത്രയും, അതായത് ഇവരുടെ ചൈനീസിന്റെ ചെറിയ മൈൻഡ് എന്നുള്ള വിധത്തിലാണ് ഈ പാശ്ചാത്യർ അതിനെ കാണുന്നത്. അപ്പൊ ഈ എക്സെപ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ഹാങ് ആൻഡ് ടാങ് ഡൈനാസ്റ്റി ടൈമില് റൂളേഴ്സിനെ എൻകറേജ് ചെയ്യാനും, അല്ലെങ്കിൽ അവര് മുഖാന്തരം ഫോറിൻ ആയിട്ടുള്ളവരെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനും എങ്ങനെ ശ്രമിച്ചു വെച്ചാൽ വ്യവസായം അല്ലെങ്കിൽ ബിസിനസ്, ട്രേഡ് എൻകറേജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റിലീജിയസ് പർപ്പസ്. അവർ കൾച്ചറിലാണ്, പഴയ കൾച്ചറൽ മോഡലിലാണ് ജീവിക്കുന്നത്. കൾച്ചറും റിലീജിയനും അല്ലെങ്കിൽ മതത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പൊളിറ്റിക്കലായിട്ട് നമ്മളുടെ രാജാവിന്റെ ഭരണം, അല്ലെങ്കിൽ രാജാവിനെ രാജാവിന്റെ ആധിപത്യം കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് ഇവര് സൂക്ഷ്മമായിട്ടും ഹാൻ ഡൈനാസ്റ്റികളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഫോറിൻ ആൾക്കാർ വന്ന് ഇവിടെ അടിമപ്പെടുത്തും എന്നുള്ളത് അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ബോർഡറിലുള്ള ട്രേഡ്, അതായത് ചൈനയുടെ ബോർഡറിൽ വരുന്ന ബിസിനസ്, അതുകൂടാണ്ട് ചൈനയുടെ പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഈ സന്യാസിമാർ, ഇതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിസത്തിന്റെ മഠങ്ങൾ ഉള്ളത് കൊണ്ട്, ബുദ്ധിസ്റ്റിന്റെ മഠങ്ങൾ അല്ലെങ്കിൽ ആശ്രമങ്ങൾ ഉള്ളത് കൊണ്ട് ഈ പിൽഗ്രിംസ് എന്ന് പറയുന്നവര് വരികയും പോവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കോടതിയിൽ, അതായത് കുടുംബത്തിൽ വരാൻ ഉള്ള ഒരു പ്രോട്ടോകോള്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഈ മിനിസ്റ്ററികളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നതെന്നാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എന്താ കാര്യങ്ങൾ നടക്കുന്നത് വെച്ചാല് വെറൈറ്റി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഈ ഓരോ പ്രാക്ടീസ്, ഓരോ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ആ പലതരത്തിലുള്ള ആൾക്കാര് സ്റ്റേറ്റുമായിട്ട് പലതരത്തിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ള 19ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളവര് ഈ ട്രഡീഷണൽ ചൈനീസ് സിസ്റ്റത്തിനെയും അവരുടെ പോർട്രേറ്റ് ആയിട്ട് റിജിറ്റ്, അതല്ലെങ്കിൽ നമ്മൾ പറയാം ഇടുങ്ങിയ സിസ്റ്റം. അപ്പൊ ഇവിടെ ഈ ഇടുങ്ങിയ സിസ്റ്റത്തിന് നമ്മൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രസന്റേഷൻ എന്ന് വെച്ചാൽ തിരുമുൽ കാഴ്ച വയ്ക്കാം, ട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ തിരുമുൽ കാഴ്ച വയ്ക്കുക. നോട്ട് ഔ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവര് കൊണ്ടുവരുന്ന ഗിഫ്റ്റ്, അവരുടെ ഗിഫ്റ്റിനെ കൊണ്ടുവന്ന് ഇവരുടെ രാജാവിനെ നമ്മൾ തിരുമുൽ കാഴ്ച എന്ന് പറയില്ലേ, അവർക്ക് രാജാവിനെ കാണാൻ പോകുമ്പോൾ
അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുപോവുക, അത് വയ്ക്കുക, വണങ്ങുക, താന്ന് വണങ്ങുക. അതിനുശേഷമായിരിക്കുള്ളൂ രാജാവിന്റെ സ്ഥലം, അല്ലെങ്കിൽ രാജാവ് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങളുടെ ഗിഫ്റ്റ് സ്വീകരിക്കുന്നു എന്നുള്ളവരെ. പിന്നെ ഒന്ന് വന്ന് ഒരു സെറിമോണിയൽ പോസ്ട്രേഷൻ എന്ന് പറയാം. അതായത് മുമ്പിൽ, രാജാവിന്റെ മുമ്പിൽ നമ്മുടെ മുട്ടിനെ താത്തി വണങ്ങി, സുപ്പീരിയോറിറ്റി, രാജാവിന്റെ ആധിപത്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ പാശ്ചാത്യ രാജ്യത്ത് നിന്ന് വന്നവർക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അതായിരുന്നു. കാരണം അവരുടെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയല്ല, അങ്ങനെ അത്രത്തോളം പവറായിട്ട് രാജാവിന് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇവര് എല്ലാരും ചെയ്യേണ്ട, ഏത് പാശ്ചാത്യരാണോ അവർക്ക് രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ എംപററിന്റെ നേരിട്ട് കാണണം, നേരിട്ട് റിസീവ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവര് ഇത് നെറ്റി കൊണ്ടെന്ന് തറയിൽ മുട്ടിച്ച് അവരെ വണങ്ങണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ രാജാവുമായിട്ട് നേരിട്ടുള്ള സംസർഗത്തിനുള്ള ചാൻസ് കിട്ടുള്ളൂ. ഇതായിരുന്നു ഏറ്റവും വലുത് അവരുടെ ഒരു കണ്ടീഷൻ, നമുക്ക് പറയാം പ്രീ കണ്ടീഷൻ എന്ന് പറയാം. അതിനുശേഷം ഇവിടെ ആരബ്സ് വരുന്നുണ്ട്. ഈ ആരബ്സ് വരുമ്പോഴത്തേക്കും ഒരു ട്രേഡ് ബിസിനസ് കാൻഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അതേമാതിരി തന്നെ റഷ്യൻസ് ഈ 17-ാം നൂറ്റാണ്ടിൽ പിക്കിങ്ങിൽ വന്നിട്ട് റഷ്യൻസും വരുന്നുണ്ട്. ഈ ചൈനയുടെ അതിർത്തികളിൽ കൂടെ അവർ വരികയും അവർക്ക് ബിസിനസ് നടത്തണം എന്നുള്ള ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബിസിനസ് 19-ാം നൂറ്റാണ്ടിൽ ഈ ഫോറിൻ രാജ്യങ്ങളിൽ, 18-ലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, 19 നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുകയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് കൂടുതലായിട്ട് താല്പര്യം ബിസിനസ് ചെയ്യാനാണ്. ഇനി ഈ കാലഘട്ടത്തിൽ ചൈനയ്ക്കും വെസ്റ്റിനും എങ്ങനെയുള്ള കോണ്ടാക്ട് വന്നു, അല്ലെങ്കിൽ എന്തിനാണ് കാന്റോൺ സിസ്റ്റം കൊണ്ടുവന്നെന്നുള്ളത് പറയാം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ഫോറിൻ കൺട്രി, അതായത് യൂറോപ്പില് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ജോഗ്രാഫിക്കൽ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതായത് ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് എന്ന് പറയാം. ജോഗ്രഫി, ഷിപ്പ്, കപ്പൽ മുഖാന്തരം, സ്റ്റീം എഞ്ചിൻ മുഖാന്തരം അവര് കടലിൽ കൂടെ സഞ്ചരിക്കുക. ആ സിസ്റ്റമാണ് വെസ്റ്റിൽ ഉണ്ടാകുന്നത്. ആ വെസ്റ്റിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്ത് ഉണ്ടായ ഈ സ്റ്റീം എഞ്ചിൻ സയൻസിന്റെ ഡെവലപ്മെന്റ് ആണ്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുകയും ആ സ്റ്റീം എഞ്ചിൻ വഴി കടൽ മുഖാന്തരം, മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും, സ്റ്റീം എഞ്ചിൻ മാത്രമല്ല, ക്ലോക്ക്, അതായത് ദിശ മാറിപ്പോകാണ്ടിരിക്കാനുള്ള ക്ലോക്ക് ഉപയോഗിക്കുക. പിന്നെ കപ്പലുകൾ ഉണ്ടാക്കുക. കപ്പലുകളിൽ കൂടെ മാരിടൈം പവേഴ്സ് എന്ന് പറയാം. അതായത് നമ്മൾക്ക് തന്നെ ഇതിന്റെ ആവശ്യം, കടൽ മുഖാന്തരം വരികയാണെങ്കിൽ വലിയ വലിയ കപ്പലുകളിൽ അവർ വരികയും അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി, അതായത് ഗ്ലോബ് ഇങ്ങനെ ഒരു ഉരുണ്ടതാണ്, ഈസ്റ്റിൽ നിന്ന് പുറപ്പെട്ടാൽ തിരിച്ച് ഈസ്റ്റിൽ എത്തുന്നുള്ള ആ കോൺസെപ്റ്റ്, അതായത് കാലഘട്ടത്തിൽ ഭൂമി ഉരുണ്ടതാണ്, ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉരുണ്ട ഭൂമിനെ നമുക്ക് കടൽ മുഖാന്തരം റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള ആ അറിവിനെ പറ്റി അത് പരാമർശിക്കുന്നത് എങ്ങനെയാ വെച്ചാല് 17, 18, 19 നൂറ്റാണ്ടിൽ. അപ്പൊ ഈ കടൽ മുഖാന്തരമുള്ള ബിസിനസ് കൂടുതലാകുകയും ആ കടൽ മുഖാന്തരം ബിസിനസ്സിന് വേണ്ടി അവർ പല സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കുകയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാർക്കോ പോളോ, വാസ്കോ ഡ ഗാമ, ഇവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ കടലിനെ ആധിപത്യം സ്ഥാപിച്ച് അവർ വരികയും പല പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും അവിടെ ബിസിനസ് നടക്കുകയും ചെയ്തു. അങ്ങനെ ഈ പുതിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കടൽ മുഖാന്തരം വന്ന ബിസിനസ്സുകളാണ് ഈ വെസ്റ്റില് പാശ്ചാത്യരെ ചൈനയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ഈ ചൈനയിൽ വരുമ്പോൾ 1644 മിങ് ഡൈനാസ്റ്റിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മിങ് ഡൈനാസ്റ്റി സമയത്ത് അവർ സെറ്റപ്പ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപിറ്റൽ പിക്കിംഗ് വളരെ കാര്യമായിട്ട് ആ മിങ് ഡൈനാസ്റ്റി 20 നൂറ്റാണ്ട്
ജീവിതം അവരുടെ വാർ അല്ലെങ്കിൽ 20 നൂറ്റാണ്ടോളം അവര് ചൈന ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കോസ്റ്റൽ ഏരിയയില് ഇവർക്ക് അത്രയും ചൈനയ്ക്ക് കോസ്റ്റൽ ഏരിയയെ മാത്രമേ അവർക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം കപ്പൽ യാത്ര അത്രയും ഇല്ല. അതുകൊണ്ട് കപ്പൽ അവര് മതിൽ കെട്ടി അവര് സ്ഥലം ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മതിൽ കെട്ടി പ്രൊട്ടക്ട് ചെയ്തു. പക്ഷെ കപ്പൽ മുഖാന്തരമുള്ള കടൽ മുഖാന്തരമുള്ള യാത്രകൾ കുറവായിരുന്നു. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച്. അപ്പൊ എവിടെയാ ഉണ്ടായിരുന്നു വെച്ചാൽ തായ്വാനിലുണ്ടായിരുന്നു, തായ്വാനിലുണ്ടായിരുന്നു, കോസ്റ്റൽ ഏരിയയിലും സൗത്തിലും സെൻട്രൽ ചൈനയിലും കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അത്രത്തോളം അധികമായിട്ടുള്ള അറിവില്ല. അതാണ് കാര്യം. ഇതിനെപ്പറ്റിയുള്ള വളരെ കൂടുതലായിട്ടുള്ള അറിവില്ല. അപ്പൊ ഈ പുറത്തുനിന്ന് വന്നവര് അല്ലെങ്കിൽ അവർ കപ്പൽ മുഖാന്തരം പോർച്ചുഗീസ് ആണ് അവിടെ ആദ്യം എത്തുന്നത്. പോർച്ചുഗീസ് അവിടെ എത്തിക്കഴിഞ്ഞ് അവരുടെ സ്ഥാനം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റും ഫ്രഞ്ചും ബ്രിട്ടീഷും ഒക്കെ ഇവർക്കായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവരൊക്കെ നാവികരാണ്, അല്ലെങ്കിൽ നാവികസേനയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളവരും അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് അറിയുന്നവരുമായതുകൊണ്ടാണ് അവർക്ക് അതിന് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ 1661 മുതൽ 1669 വരെ ഒരു വലിയൊരു കാലഘട്ടം, 8 വർഷം ഇവര് ആൾക്കാരെയൊക്കെ മാറ്റുകയും അല്ലെങ്കിൽ ഈ സെൻട്രൽ കോസ്റ്റൽ ബോർഡ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പൊ ഇങ്ങനെ വന്ന് റെസിസ്റ്റൻസ് വന്നപ്പോ ക്വിങ് ഡൈനാസ്റ്റിക്ക് തോന്നുന്നു ഇവർക്കൊരു സംശയം, കപ്പൽ മുഖാന്തരം വരുന്നവർക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിന്റെ സംശയ ദൃഷ്ടിയോടെ കാണാൻ തുടങ്ങുന്നു. അതിനുശേഷം ഇവരുടെ മനസ്സിലുള്ള തോന്നൽ എന്താന്ന് വെച്ചാൽ കടൽ കൊള്ളക്കാർ അല്ലെങ്കിൽ പൈറേറ്റ്സ് എന്ന് പറയാം. അത് മാത്രമല്ല അവർ സ്മഗ്ലേഴ്സ് ആണ് എന്നുള്ള ഒരു തോന്നലും. ഈ തോന്നൽ കാരണമാണ് അത്രയും വലിയതായിട്ടുള്ള കടൽ യാത്രയ്ക്ക് ചൈന തുടങ്ങാണ്ടിരുന്നത്. അല്ലെങ്കിൽ ചൈന വെഞ്ചൻസ് കടലിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നു. പക്ഷെ അവർ കൂടുതലായിട്ട് ചെയ്തത് മതിൽ കെട്ടുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പോർട്ടുണ്ട്, ഒരുപാട് പോർട്ടുകളുണ്ട്, ചെറിയ ചെറിയ പോർട്ടുകൾ അല്ലെങ്കിൽ കപ്പൽ വന്ന് അടുക്കാൻ പറ്റുന്ന ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പോർട്ടുകൾ അത് തുറക്കുകയും കാൻസി എംപറർ എന്ന് പറയുന്നവര് ജെസ്യൂട്ട്സിനെ വെൽക്കം ചെയ്യുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ റോമിൽ നിന്ന് പോപ്പിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നവരെയും ഇവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ എന്താ പറ്റുക, പോർട്ട് ഓഫ് കാന്റോൺ അത് ഉണ്ടാക്കി അവിടെ ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവിടെ താമസിക്കാം മാത്രമല്ല, ഇത് കൂടാണ്ട് ഇവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു അധികാരം. ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുക, ഐലൻഡ് ഓഫ് മക്കാവു എന്ന് പറയും, ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുക. അത് ഈ ബ്രിട്ടീഷ് ട്രേഡർ വന്നത് അവരുടെ കോമഡോർ ആൻസൺ ആൻഡ് ജെയിംസ് ഫ്ലിറ്റ് എന്നാണ് അവരുടെ നേവൽ അധികാരികള്. അവർ വരുന്നു. അവർ വന്ന ശേഷം ഈ ക്വിങ് ഗവൺമെന്റുമായിട്ട് ഒരു സന്ധി വെക്കുകയും അവരുടെ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രപ്പോസൽ വെക്കുകയും എന്നിട്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താ പറ്റുന്ന 1757 ഈ ഫോറിനേഴ്സ് ഇങ്ങനെ കൂടുതൽ വരണ കണ്ടപ്പോഴത്തേക്കും ഇവരെല്ലാ പോർട്ട്സും ക്ലോസ് ചെയ്തു. ചെറിയ പോർട്ട്സ് ഒക്കെ ക്ലോസ് ചെയ്ത് പോർട്ട് ഓഫ് കാന്റോൺ മാത്രം ബിസിനസ് ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുത്തു. ഈ കാന്റോൺ സിസ്റ്റം എന്നാണ് അതിന് പറയാ. അവിടെ കൂടെ മാത്രം ചെയ്യുക ബിസിനസ്, അത് മാത്രം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും അങ്ങനെ കാന്റോൺ സിസ്റ്റം വഴി ഇവര് ബിസിനസ് ചെയ്തിട്ടാണ് അത് പിന്നെ അധികാരങ്ങളിൽ കൂടെ പാശ്ചാത്യരുടെ ഈ ഓപ്പിയം വാറിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ നമ്മൾ അതിനെ പറ്റി പരാമർശിക്കുന്നത്. ഇതില് ഈ കാന്റോൺ സിസ്റ്റത്തിൽ എന്താന്ന് വെച്ചാല് ഒരു ട്രേഡിംഗ് സാധനങ്ങൾ, അതായത് പാശ്ചാത്യർക്ക് 1757 മുതൽ 1842 വരെ നിങ്ങൾക്ക് അറേഞ്ച്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം. ഇവരെന്താ ചെയ്ത് അവിടെ വെയർ ഹൗസ്, നമ്മുടെ
പോർട്ടില് നമ്മുടെ സെന്റ് ജോർജ് പോർട്ട് നമ്മുടെ മെഡ്രാസിലും കൽക്കട്ടയിലൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തു. അവര് വെയർ ഹൗസ്, അതല്ലെങ്കിൽ കടലിന്റെ അടുത്ത് വെയർ ഹൗസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയാ. അവിടെ സാധനങ്ങൾ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ പക്ഷെ ഇവര് പറയുന്നത് കാന്റോണിൽ നമ്മൾ പറയുന്നത് പാശ്ചാത്യര് പറഞ്ഞത് ഫാക്ടറീസ് എന്നാണ്. ഫാക്ടറീസ് എന്നുള്ള ലെവലിലാണ് അവർ പറയാം. ആക്ച്വലി അത് ഗോഡൌൺ എന്ന് വെക്കാം, വേണമെങ്കിൽ നമുക്ക് ഗോഡൌൺ എന്ന് പറയാം. വെയർ ഹൗസസ് എന്ന് പറഞ്ഞാൽ ഗോഡൌൺ ചെയ്യാം. ആ ഗോഡൌണിൽ കയറ്റി വെച്ചിട്ട് അവിടെ നിന്നിട്ട് പിന്നെ കുറച്ചായിട്ട് ഓരോ വർഷവും ഷിപ്പുകൾ വരികയും അവരുടെ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയും ഇവിടെ ഇതിനെ സെറ്റപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇതിങ്ങനെ ഷിപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് പേൾ റിവറിന്റെ തുടക്കം മുതൽ കാന്റോൺ വരെ ഈ കാലഘട്ടങ്ങളിൽ ഇവരുടെ കപ്പലുകൾ സഞ്ചരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് സീസൺ ആണ്. അതായത് ബിസിനസ് കാലഘട്ടം വരുന്നത് ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെ. എന്നിട്ട് വേറൊന്നുമല്ല, അവരുടെ കൂടെ ഫാമിലിക്കാർ വരാൻ പാടില്ല. ബിസിനസ്സിന് വരുന്ന കപ്പലിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വരാം, പക്ഷെ അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ പാടില്ല. പിന്നത്തെ കാര്യം അവര് റെസ്ട്രിക്ഷൻ ചെയ്തു. ആ ഏരിയയില് ബിസിനസ് ചെയ്യുന്ന ഏരിയയിൽ മാത്രമേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൂ, വേറെ എവിടെയും പോവാൻ പാടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ബിസിനസ് എല്ലാവിധ ട്രാൻസാക്ഷൻസും ചെയ്തു വരേണ്ടത് ഒരു കൊഹോങ് എന്ന് പറയും. അതന്നെ ഒരു ഗിൽഡാണ്, അല്ലെങ്കിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള കച്ചവടക്കാര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഗിൽഡ് എന്ന് പറയാം, GUILD, ഗിൽഡ് എന്ന് പറയാം. ഈ ലോക്കൽ ആയിട്ടുള്ള കച്ചവടക്കാർക്ക് ഇവരുമായിട്ട് പാശ്ചാത്യരുമായിട്ട് ബിസിനസ് ചെയ്യണം, അതായത് മൊണോപ്പൊളി ചെയ്യുക. അതിനുശേഷം ആ ഗിൽഡ് എന്ന് പറയുന്നത് ക്വിങ് ഗവൺമെന്റിന്റെ സമ്മതമുള്ള അല്ലെങ്കിൽ അവർക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആ ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഗവൺമെന്റിന്റെ അപ്രൂവൽ എന്ന് പറയാം. ക്വിങ് ഗവൺമെന്റിന്റെ അപ്രൂവലുള്ള ഒരു ഗിൽഡ് രൂപം നമ്മളിപ്പോ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ. നമ്മുടെ കുടുംബശ്രീ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്ര എക്സാമ്പിൾ. അപ്പൊ അതുവഴി നമ്മൾക്ക് പോർട്ടലിൽ കയറാം. അക്ഷയ കേന്ദ്ര മുഖാന്തരം നമ്മൾ പോർട്ടലിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെയ്യാം, നേരിട്ട് ചെയ്യാം എന്നുള്ളത്. അതുമാതിരി ഈ ക്വിങ് ഗവൺമെന്റിന്റെ ഒരു ഗിൽഡ് ഉണ്ടാക്കുകയും ഈ വരുന്ന ആ ഗിൽഡിൽ മുഴുവനും ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും, ലോക്കലായിട്ടുള്ള ബിസിനസ്സുകാരായിരിക്കും. അവരെ ഈ ബിസിനസ് ചെയ്യുന്നവരെ ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ള ബിസിനസ്സുകാർ. ഇങ്ങനെയാണ് ഈ ബിസിനസ് നടത്തേണ്ടത്. ഈ ബിസിനസ് നടത്തി വരുമ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ റെക്കഗ്നേഷന്റെ പേരാണ് ഹോങ് മർച്ചന്റ്സ്. ആ ഹോങ് മർച്ചന്റ്സിന്റെ ബിഹേവിയർ എന്താ വെച്ചാൽ അവര് ഈ ഫോറിൻ ട്രേഡേഴ്സിനെ ഒന്ന് ചെക്ക് ചെയ്താണ് പോകുന്നത്. മാത്രമല്ല ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പുറത്തു നിന്ന് വന്നിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരുടെ നല്ല സ്വഭാവം ഇവര് ഗ്യാരണ്ടി നിൽക്കുന്ന മാതിരി ഹോങ് എന്ന് പറയുന്ന ഈ മർച്ചന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗിൽഡ് അവരായിരിക്കും റെസ്പോൺസിബിൾ. അവരെന്തെങ്കിലും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കിയാൽ, ചൈനയിലുണ്ടാക്കിയാൽ ഈ ഹോങ് മർച്ചന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനോട് ഗവൺമെന്റ് ചോദിക്കും. അപ്പോൾ അവർക്ക് കളക്റ്റീവായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇമ്പീരിയൽ ഗവൺമെന്റിനോട്. അല്ലെങ്കിൽ അവർക്കൊരു ജാമ്യം നിൽക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ അവർക്കൊരു ഗ്യാരണ്ടി നിൽക്കുന്ന മാതിരിയോ അവര് ഉത്തരവാദിത്വമുള്ള ഒരു ഗ്രൂപ്പായിരിക്കണം. എന്തിനാ ഉത്തരവാദിത്വം? പുറം ലോകത്തു നിന്ന് വന്ന ബിസിനസ്സുകാര് ഇവിടെ സ്വഭാവ ദൂഷ്യമൊന്നും കാണിക്കില്ല എന്നുള്ള ഒരു ഉത്തരവാദിത്വം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വൈസ്രോയ് എന്ന് പറയും, വൈസ്രോയ് ലിയോങ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇവരാണ് കൂടുതലായിട്ട് ഗവൺമെന്റിന്റെ ചെക്കിങ് ചെയ്യുന്നത്. അത് കൂടാണ്ട് പിന്നെ നമുക്കൊന്ന് കാണുന്നത് ഹൊപ്പോ എന്ന് പറഞ്ഞാല് ഈ ഞാൻ നേരത്തെ പറഞ്ഞു മാരിടൈം കസ്റ്റംസ്. ഈ കപ്പൽ വന്നടുക്കുമ്പോൾ അവിടെ ഒരു കസ്റ്റംസ് ഉണ്ട്.
അതിന്റെ സൂപ്രണ്ടിന്റെയാണ് ഹൊപ്പോ എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ, ഇവര് വരുന്ന ബിസിനസ്സിന് വരുന്ന കണ്ടോൺമെന്റ് ട്രേഡിൽ വരുന്നവർക്ക് ഒരു ടാക്സ് കൊടുക്കണം. കളക്ട് ചെയ്യുന്ന ഒരു റവന്യൂ ഓഫീസറാണ് ഹൊപ്പോ. ഗവൺമെന്റിന്റെ അപ്രൂവലുള്ള ഒരു ഗവൺമെന്റ് മാരിടൈം സൂപ്രണ്ടന്റ് എന്ന് പറയാം. അങ്ങേരുടെ പേര് ഹൊപ്പോ. അപ്പൊ ഈ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ബിസിനസ്സിന് ഒരു ചെക്കിംഗ് വരും. ബിസിനസ് ഇഷ്ടപ്രകാരം അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ചൈനീസ് ഗവൺമെന്റ് വളരെ കാര്യമായിട്ടുള്ള ഒരു പ്രൊവിഷൻസ് കൊടുത്തു. ചൈനീസിന് ഒരു കാര്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടി കൂടെ കൊടുത്തു. അതായത് വീട്ടു ജോലിക്കാരെ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർപ്രറ്റേഴ്സ്, അതായത് ഭാഷ പരിവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർപ്രറ്റേഴ്സ് എന്ന് പറയാ. അവരെ കൊടുക്കുക. എസ്കോട്ട്സ്, കൂടെ പോകുന്ന ആൾക്കാരെ കൊടുക്കുക. ഈ കോമഡോറിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ ഇവർക്ക് ഈ ഹോങ് എന്ന് പറഞ്ഞ മർച്ചന്റ്സിന് ഡ്യൂട്ടി കൂടുതലായി കൊടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നിങ്ങളിത് പരിപാലിക്കണം എന്ന വിധത്തിൽ. ഇതിനെ കന്റോൺ സിസ്റ്റത്തില് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട്. ഒന്ന്, ഈ ലിമിറ്റേഷൻസ് പറയുന്നത് ഇവരുടെ മൂവ്മെന്റ് അവിടെ ഇവിടെയും പോകാൻ പാടില്ല, ആക്ടിവിറ്റീസിനെ ചെക്ക് ചെയ്യുക. 2, എത്രത്തോളം ടാക്സ് അടയ്ക്കുന്നു, ടാക്സ് അടച്ചില്ലെങ്കിൽ ഫൈൻ അടയ്ക്കുന്നുണ്ടോ, ഫോറിൻ ചാർജസ് പിടിക്കുക. 3-ത് കറപ്ഷൻ പാടില്ല. ഇതും ഈ 3 കാര്യങ്ങൾ കാന്റോൺ സിസ്റ്റത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് കൂടാണ്ട് നമ്മൾ കാന്റോണില് ഒരു ട്രേഡ്, ആ ഒരു പോർട്ട് മാത്രമേ ഫോറിൻ ട്രാവലേഴ്സിന് അല്ലെങ്കിൽ ഫോറിൻ സെയിലിനുള്ളൂ, വേറെ ഒരു പോർട്ടിലും പോകാൻ പാടില്ല. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചൈനയുടെ ഒരു മൊണാപ്പൊളി ഉണ്ട്. അവരുടെ ഒരു കമ്പനി, സിംഗിൾ കമ്പനി. ഈ സിംഗിൾ കമ്പനിയാണ് നമ്മൾ ബ്രിട്ടീഷ് ടൈമില് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈന എന്നുള്ളത് വരുന്നത്. 1834 ഇത് വരുന്നത്. അപ്പൊ അവരുടെ ഈ കാര്യങ്ങൾ, അവരുടെ മൂവ്മെന്റ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ചൈനീസ് ഗവൺമെന്റിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് കോഡിലെ സൈഡിൽ കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ചൈനീസിന്റെ ഒഫീഷ്യൽസിനെ ഒരു കാരണവശാലും ഹ്യൂമിലേറ്റ് ചെയ്യാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ടാരിഫുകളുണ്ട്, ടാക്സ് ലെവീസ് ഉണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടോണില് ഇയർ ബൈ ഇയർ കൊണ്ടുവന്ന് കൊടുത്തോളണം. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, അവരുടെ ഗുഡ്സിലേക്കും ചൈനീസിന്റെ ക്വാണ്ടിറ്റീസ്, വെസ്റ്റേൺസ് ഇവിടെ നിന്ന് ചായ, സിൽക്ക്, ചൈന ഇത് കൊണ്ടുപോവുകയും അവിടെ അത് അവര് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വലിയ എമൗണ്ടിലേക്ക് വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ബിസിനസ് ട്രേഡിങ് കൂടിക്കൊണ്ട് വരികയാണ്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഓപ്പിയം ട്രേഡാണ്. ഈ ഓപ്പിയം ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു പോപ്പി ഫ്ലവറിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് ഈ ഓപ്പിയം. ഇതില് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമാണ് ഇത് ആരബ്സ് ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരബ്സും ടർക്സുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ആദ്യം ഒരു വേദന സംഹാരി എന്നുള്ള ലെവലില്. പിന്നെ ആ ഓപ്പിയം സ്മോക്കിംഗ് വരുമ്പോൾ അവർക്ക് ഒരു സുഖം കിട്ടും, പ്ലഷർ കിട്ടും. ഇപ്പൊ ഇവിടുത്തെ പിള്ളേർ കഞ്ചാവ് അടിച്ച് നടക്കുന്നില്ലേ, അത് തന്നെ. അപ്പൊ ഈ ഓപ്പിയം വന്നു കഴിഞ്ഞാൽ എന്താ പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹെൽത്തിന് കണ്ടീഷനെ പരിണാമം പറ്റും, മെന്റൽ കണ്ടീഷൻ പോകും. അത് ഇല്ലെങ്കിൽ അവരൊരു അഡിക്ഷൻ കൂടുതലാകുകയും അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു നോസിയ ഉണ്ടാവും, റെസ്റ്റ്ലെസ് ഉണ്ടാവും, പല വിധത്തിലുള്ള വേദനകൾ ഉണ്ടാവും, മസിലുള്ള ട്വിച്ചസ് ഉണ്ടാവും, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ആൾക്കാരുടെ യൂത്തിന്റെ ആരോഗ്യത്തിനെ എഫക്ട് ചെയ്യുന്നു, മനസ്സിനെ എഫക്ട് ചെയ്യുന്നു. അഡിക്ഷൻ ആണിത്. അവസാനം വരുന്നത് അവരെ സൂയിസൈഡ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഓപ്പിയം ട്രേഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര ബിസിനസ് കിട്ടും. 1729 സ്മോക്കിംഗ് പ്രോഹിബിറ്റ് ചെയ്തു. ഗവൺമെന്റ് പറഞ്ഞു ഈ ഓപ്പിയം ട്രേഡ് പാടില്ല, ഓപ്പിയം വിൽപ്പനയും പാടില്ല, സ്മോക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ് പ്രോഹിബിഷൻ കൊണ്ടുവന്നു. പക്ഷേ 1796 ഇതിന്റെ കൾട്ടിവേഷൻ, അതായത് ഇത് ഉണ്ടാക്കുക, കഞ്ചാവ് ഗ്രോത്ത്, കൃഷിയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചൈന 18-ാം 19-ാം നൂറ്റാണ്ടിൽ വളരെ കൂടുതലായിട്ട് ഈ ഓപ്പിയം ട്രേഡ് കാണുന്നുണ്ട്. 1729 200
ബോക്സ് ആയിരുന്നെങ്കിൽ 1767 അത് 1000 ബോക്സ് ആയി. പിന്നെ 800-ലും 1820 ആയപ്പോഴത്തേക്കും 4500 പെട്ടികൾ. 1820 ആകുമ്പോഴത്തേക്കും 10,000 പെട്ടികൾ. അപ്പൊ എന്താ എന്റെ അർത്ഥം എന്താ വെച്ചാൽ ആൾക്കാർ ഇതിൽ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1838 ഔട്ട്ബ്രേക്ക് ആണ്, ഹോസ്റ്റിലിറ്റി. ചൈനയ്ക്കും ബ്രിട്ടനും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും അവര് ഭയങ്കരമായിട്ട് ഇതിന് ബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ചൈനീസിന്റെ അഡിക്ഷൻ കൂടുതലായി കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് കൂടുതൽ 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 ആൾക്കാർ ഇതിലേക്ക്, അവിടുത്തെ ചൈനീസ് ഗവൺമെന്റും ഇത് ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് കമ്മീഷൻ കിട്ടും. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം അവരെന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ ഗ്രോത്ത് നേരിട്ട് കൊണ്ടുപോകേണ്ട ഈ നമ്മുടെ ഇന്ത്യയില് ഓപ്പിയം കൾട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ അവർ ബിസിനസ് ചെയ്യുന്ന വിധത്തിൽ ഓപ്പിയത്തിനെ വളർത്തിയെടുക്കുക, ചെടീനെ വളർത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ചൈനയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യത്തിന് വേണ്ടി അവര് ഇവിടെ നിന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, അതായത് നമ്മൾ അതിനെ പറയുന്നത് കൺട്രി ട്രേഡേഴ്സ് എന്നാണ്, അവര് മുഖാന്തരം ചൈനയിലേക്ക് ഈ ഇന്ത്യയിലുള്ള സാധാരണ ആൾക്കാർ മുഖാന്തരം അവിടെ എത്തിക്കുകയും അവിടെ ഒരു കൊളാബറേഷൻ ചെയ്ത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ഷിപ്പ് ഉണ്ടാവും, സാധനങ്ങൾ വരുന്ന റിസീവ് ചെയ്യാനുള്ള ഷിപ്പ്. ലിൻറ്റിൻ എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഈ ചൈനീസിന്റെ ഡീലേഴ്സ് കുറച്ചായിട്ട് ചെറിയ ചെറിയ പെട്ടികളിലാക്കുകയും ചെറിയ സ്പീഡുമുള്ള ബോട്ടുകൾ കൊണ്ടുപോയി ചൈനയിൽ പലയിടത്തും ഇതിന്റെ ഡെലിവറി ചെയ്യുകയും അങ്ങനെ അവര് പണം സമ്പാദിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഓപ്പിയം ട്രേഡ് കൊളാബറേഷനോടുകൂടി ചൈനീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന് പ്രശ്നങ്ങൾ കൂടുതലായി വന്ന് അവര് പിന്നെ ഈ ബോട്ട്മാൻ, കൂലീസ് ഇവർക്കൊക്കെ കമ്മീഷനാണ്, കമ്മീഷൻ കിട്ടുന്ന അനുസരിച്ച് ഇതിന്റെ ട്രേഡ് കൂട്ടിക്കൊണ്ടേ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ബാൻ ചെയ്യുകയും അവസാനം അതൊരു വലിയൊരു വാറിലേക്ക് പോകുന്നു. 2 വാറാണ് നടക്കുന്നത്. ഗവൺമെന്റിന്റെ ഓപ്പിയം വാർ എന്ന് വെച്ചാൽ 2 പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ 2 വാറ് യുദ്ധം, ഗവൺമെന്റും ഓപ്പിയം ഉപയോഗിക്കുന്നവരും തമ്മിലുള്ള വാർ നടക്കുന്നു. ആദ്യത്തെ ഓപ്പിയം വാറിന്റെ ശേഷം ഒരു ട്രീറ്റി, ഒരു സന്ധി ഉണ്ട്, ട്രീറ്റി ഓഫ് നാൻകിങ് എന്നാ പറയാ. ആ സന്ധി മുഖാന്തരം അവർ ചെയ്തു. ഇവിടെ ഓപ്പിയം സ്മഗ്ലിംഗ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഫാക്ടറായിട്ട് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൊണോപ്പൊളി ഉണ്ട് ട്രേഡില്. മൂന്നാമതായിട്ട് പറയുന്നത് ക്വിങ് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് എടുക്കുന്നു. ഇതിന് ശേഷം എന്താ വരുന്നത് വെച്ചാല് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ബ്രിട്ടീഷ് മാനേജറെ കൊണ്ടുവരും, തൈബാൻ എന്നാണ് പേര്. അപ്പൊ ഒരു ഹെഡ് മർച്ചന്റ് എന്നുള്ള ലെവലില് ഈ ഹെഡ് മർച്ചന്റ് സൂപ്രണ്ടന്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധിപതിയായിട്ടാണ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഇവിടെ വരുന്നത് ലോർഡ് നൈപ്പർ. ആ ലോർഡ് നൈപ്പർ വന്ന് ഇവിടുത്തെ ബിസിനസ്സുകാരും റെപ്രസെന്റേറ്റീവ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നു. 1834 മുതൽ 1839 വരെ ഭയങ്കര ഫ്രിക്ഷനാണ് ബ്രിട്ടീഷിലുള്ള ആൾക്കാരുമായിട്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അധിപന്മാരും ക്വിങ് അതോറിറ്റി ഭയങ്കര പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അതിനെ ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു ഫാഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ഹോസ്റ്റിലിറ്റി ഒന്ന് നിർത്താനും ഈ ഹാർഡ് ലൈൻ ബിസിനസ് ഒന്ന് നിർത്താനും വേണ്ടിയിട്ട് വാറായിട്ട് പോകുന്നതും. അത് പിന്നെ അത് ബ്രിട്ടീഷ് വാറ് ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ ആർമീനെ കൊണ്ടുവന്നു, നേവൽ ആർമീനെ കൊണ്ടുവരികയും ഗവൺമെന്റിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കമ്മീഷണർ ലിൻ കാന്റോണിൽ വരും 1839. അതിനുശേഷം റെഗുലേഷൻസ് ആണ്, ഓപ്പിയം റെഗുലേഷൻസ് ആണ് ഇടുന്നത്. ആ റെഗുലേഷൻ ലിൻ കൊണ്ടുവന്ന ശേഷം ബ്രിട്ടീഷ് ട്രേഡേഴ്സിനെ അടിച്ചമർത്താൻ ചൈനീസ് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ഇലിയറ്റ് സറണ്ടർ ചെയ്യാൻ പറയും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നിവർത്തിയില്ലാണ്ടായപ്പോഴത്തേക്കും സിൻ ഓർഡർ ചെയ്യാണ് ചൈനീസ് വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് അവിടെ കാന്റണില് ഒരു സന്ധി സംഭാഷണത്തിന് വരികയും അവര് നമ്മൾ സറണ്ടർ ചെയ്യാം, 20,000
പെട്ടി ഓപ്പിയം അവിടെ സറണ്ടർ ചെയ്യുന്നു. ഈ ലിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ പെട്ടി ഓപ്പിയത്തിന് സറണ്ടർ ചെയ്ത ഓപ്പിയത്തിന് മുഴുവൻ കത്തിച്ചിട്ട് അതിന്റെ ഭസ്മം എടുത്ത് കടലിലേക്ക് ആക്കാണ്. കാരണം അങ്ങേര് ആ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെയും അത് ബിസിനസ് ആയിട്ട് പുറത്തു പോകുന്നുള്ളത് അറിയാമായിരുന്നു. അങ്ങനെ ഫേമായിട്ട് റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ സൈനിങ് ഒരു ബോണ്ടൊക്കെ സൈൻ ചെയ്തു. നിങ്ങൾ ഇങ്ങനെ മൗണ്ടിങ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അറ്റ് മാക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ചെയ്യുന്നത്. അവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധിപനായിട്ട് പാമർസ്റ്റൺ എത്തും. പാമർസ്റ്റണിന് മാത്രം ഒരു ഹൈ കമാൻഡർ ആയിട്ട് അഡ്മിറൽ എലിയറ്റ് വരുന്നു. ഈ അഡ്മിറൽ എലിയറ്റ് വന്ന ശേഷം ചൈനീസിന്റെ വാട്ടറിൽ അല്ലെങ്കിൽ ചൈനീസിന്റെ ചൈന ഗവൺമെന്റിന്റെ അവരുടെ ഏരിയയിൽ ബൗണ്ടറിയിൽ ഒരു ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ വിദ്വേഷം കൂടുതലായി ഡെവലപ്പ് ആവും. വാർ പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഈ ഓപ്പിയം വാറിന് ഭയങ്കര കോൺട്രഡിക്ടറി രണ്ട് ഫോഴ്സസ് ഉണ്ടായിരുന്നു. ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നേവൽ എൻഗേജ്മെന്റ്സ് 1839 മുതൽ 1842 വരെ ഭയങ്കര കണ്ടീഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവര് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാരണവശാലും മെസ്സേജസ് എടുക്കാൻ പാടില്ല. ചൈനയിൽ ഇംഗ്ലണ്ട് സീ ജേർണി ഇംഗ്ലണ്ടിൽ നിന്ന് ചൈനയിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവരികയും ക്വിങ് ഗവൺമെന്റും പാമർസ്റ്റൺ ഗവൺമെന്റും തമ്മിൽ ഒരു റീപ്ലേസ്മെന്റിന് നോക്കുകയാണ്. ഈ റീപ്ലേസ്മെന്റിൽ വരുമ്പോഴത്തേക്കും ആ കാലഘട്ടത്തിൽ സ്റ്റെൻ ലിൻ വാസ് എന്താ പറയാ അങ്ങേരുടെ അധികാരത്തിന് വേറൊരു അധികാരിക്ക് ഏൽപ്പിക്കേണ്ട ഒരു കണ്ടീഷൻ വരുന്നു. ആ കണ്ടീഷനിൽ ക്വെയിങ് ആണ് വരുന്നത്. അതേസമയം ബ്രിട്ടീഷിന്റെ സൈഡിൽ നിന്ന് അഡ്മിറൽ എലിയറ്റ് വരികയും ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങേർക്ക് കാലശേഷം ട്രേഡിന്റെ അധിപനായിട്ട് കസിനായ ക്യാപ്റ്റൻ ചാൾസ് എലിയറ്റ് വന്ന് ചാർജ് എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ വാറിന്റെ ഓപ്പിയം യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ കൂടെ ബ്രിട്ടീഷുകാർ നടന്നു പോവും, അല്ലെങ്കിൽ ചൈനയും ബ്രിട്ടനും തമ്മിൽ വാർ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ചുവാൻ ബായ് എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ നടത്തുന്നു 1841 ജാനുവരിയിൽ. ഇതിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഹോങ്കോങ് വേണം, ഞങ്ങൾക്ക് $6 മില്യൺ വേണം, ഇൻഡെമിനിറ്റി എന്ന് പറയും. വാർ വന്നത് കൊണ്ടുള്ള ഒരു അധികാരം ഞങ്ങൾ $6 മില്യൺ ചൈന ഗവൺമെന്റ് അവർക്ക് കൊടുക്കണം. കാൻഡൻ ട്രേഡ് നിർത്തണം, ചെങ്കാങ് ഡെവലപ്മെന്റ് പോകണം. അങ്ങനെ ബ്രിട്ടീഷും ചൈനീസും റാൻസം മേടിച്ച് അവരെ അടക്കി ഭരിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നോക്കുമ്പോൾ ബ്രിട്ടീഷിന്റെ ആർമി, അതായത് നേവൽ ആർമി യാങ്ടിസി റിവറിന്റെ മൗത്ത് വരയ്ക്കും പോവാണ്. അവിടെയും പോയിട്ട് രണ്ടാമത്തെ ട്രീറ്റി സൈൻ ചെയ്യുന്നു. നാൻകിങ് ഡൈനാസ് ട്രീറ്റി എന്ന് പറയും. അതിലെ ക്ലോസ് എന്താന്ന് വെച്ചാല് ഒരു $21 മില്യൺ സിൽവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. കോങ്കോങ് മൊണാസ്റ്റി പോളി സിസ്റ്റം, അതായത് ട്രേഡ് സിസ്റ്റം അവസാനിപ്പിക്കണം. പോർട്സ് അംസിയോൺ, ഫിസോ, ഈ പോർട്സുകളൊക്കെ ബ്രിട്ടീഷുകാർക്ക് താമസിക്കാനും ട്രേഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം. പിന്നെ ഹോങ്കോങ് അവരുടെ കൺട്രിയിൽ അവരുടെ അടിമയിലായി പോകും. പിന്നെ ഇക്വാളിറ്റി, എല്ലാവിധ കറസ്പോണ്ടൻസിലും അവർ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടാരിഫ്, അതായത് എമൗണ്ട് ആണ് പറയുന്നത് ടാരിഫിന്, അത് സിസ്റ്റം കൊണ്ടുണ്ട്. ഈ പോളിസികൾ മുഖാന്തരം ഇവര് സെക്കൻഡ് ട്രീറ്റി സൈൻ ചെയ്തിട്ടാണ് അവര് കൺട്രോൾ ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ അത് കൺട്രോൾ ചെയ്യും. വെസ്റ്റേൺ കൺട്രോൾ ഓവർ ദി ബ്രിട്ടീഷ് ഈ ചൈനയിലേക്ക് കൊണ്ടുവന്ന് അവരെ അടിച്ചമർത്താണ് അവര് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ റെസ്പോൺസ്, ബ്രിട്ടീഷുകാരോടുള്ള ചൈനീസിന്റെ റെസ്പോൺസ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസിന്റെ ഇറിറ്റേഷൻ അവർക്ക് ഉണ്ടാവുന്നു. 2 ലെവലിലാണ് പോളിസി പോകുന്നത്. ഒന്ന് ഒഫീഷ്യൽ പോളിസി ആയിട്ടും പിന്നെ പോപ്പുലർ ആയിട്ട് ആറ്റിറ്റ്യൂഡ്, അതായത് പാശ്ചാത്യരോട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു പോളിസിയാണ് ഈ ചൈനക്കാർക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഒഫീഷ്യൽ പോളിസി പറയുമ്പോൾ ഹാർഡ് ലൈൻ എന്ന് പറയാം, ഒരു കോംപ്രമൈസിനും തയ്യാറില്ല എന്നുള്ള ലെവലിലുള്ള ആ പോളിസി തന്നെ ഒഫീഷ്യൽ പോളിസി എന്ന് പറയാം. പിന്നെ രണ്ടാമതായിട്ട് ഇവർക്ക് ഈ വെസ്റ്റേൺ സ്റ്റൈല് അവിടെ ബ്രിട്ടീഷിന്റെ വെസ്റ്റേൺ സ്റ്റൈൽ ഇവിടെ വരുത്തുന്നതും അതൊന്നും ഇവർക്ക് പോപ്പുലർ ആയിട്ട് ആൾക്കാരെ കൊണ്ട് സാധാരണമായ കർഷകർ അവര്
ഫൈറ്റ് ചെയ്യുകയും ആ വാറില് ട്രീറ്റി ഓഫ് വാൻസൈറ്റിൽ അവര് ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുത്തതാണ് ഈ വാറുകൾ. കോൺഫ്ലിക്ട്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോക്കുകയും ചെയ്യുന്നു. നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ജീവിത ചരിത്രത്തിൽ നോക്കിയാൽ തന്നെ ഈ ഓപ്പിയം വാർ കൊണ്ടാണ് ചൈനയെ അവര് പിടിച്ചടക്കി അവരുടെ പാശ്ചാത്യരുടെ ആധിപത്യം അവിടെ സ്ഥാപിച്ചെടുത്ത് ബിസിനസ് പിടിച്ചെടുത്ത് അവരുടെ എക്കണോമി ഇംപ്രൂവ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ ചാപ്റ്റർ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം ഈ കർഷകർ കൂടെ വെറും വടികളും കൊണ്ട് പാശ്ചാത്യർ. പിന്നെ നമുക്ക് പിന്നൊരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതും അവർക്ക് താല്പര്യപ്പെടുന്നില്ല. നന്ദി, നമസ്കാരം.